നമ്മളൊരു ഉദ്ദേശം വെച്ചാലോ പോകുന്നേ, ആ ഒരു എക്സ്പെക്റ്റേഷനിലുള്ള അത്രയും കിട്ടിയില്ല. കൊള്ളില്ലായിരുന്നു, പോറായിരുന്നു. സീരിയലെങ്കിലും കാണാം, ഇത് അതുപോലും കാണാൻ പറ്റില്ല, നാളെ കാണൂല. സോ വളരെ മോശമാണ്. ഫാമിലി ആയിട്ട് ഒന്ന് കാണുമോയെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഓപ്ഷനാണ്. പടം നല്ല പടം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നന്നായിട്ട് പോർട്രേസ് ചെയ്തു. കൊള്ളില്ലായിരുന്നു, പോറായിരുന്നു. പടം കുഴപ്പമില്ല, കുഴപ്പമില്ല, അവാർഡ് പടമാണ്. പൊളിപ്പടം കൊല്ലൂല, സീരിയൽ പോലെ പോണു, കൊല്ലൂല. വളരെ മോശമാണ്. എട്ടും കഥകളില്ല, തീരെ മോശമാണ്. പടത്തിൽ പറയാൻ ഒന്നുമില്ല എന്നാ, ഒന്നുമില്ല പടത്തിൽ. ഒരു ഭയങ്കര പൊലി, അവർ രണ്ടുപേരേ ഉള്ളൂ പടത്തിൽ. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സീരിയൽ പോലെ ഇരിക്കുന്നു. സീരിയലെങ്കിലും കാണാം, ഇത് അതുപോലും കാണാൻ പറ്റില്ല. 1.5 മണിക്കൂറായിട്ടേ പടമുള്ളൂ. ഇല്ല, കൊല്ലൂല, ഭയങ്കര പൊലി, നാളെ കാണൂല. സോ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടു. നമ്മളൊരു ഉദ്ദേശം വെച്ചാലോ പോകുന്നേ, ആ ഒരു എക്സ്പെക്റ്റേഷനിലുള്ള അത്രയും കിട്ടിയില്ല. പിന്നെ അങ്ങ് കണ്ടിരുന്നു, അത്രേ ഉള്ളൂ. അഭിനയമൊക്കെ കുഴപ്പമില്ലായിരുന്നു, അഭിനയമൊക്കെ കുഴപ്പമില്ല, നല്ലതായിരുന്നു. എടുത്തിരിക്കുന്ന വ്യൂവും അതൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്, കണ്ടിരിക്കാം. ഫിലിം ജസ്റ്റ് എന്താണ് ഒരു കണ്ടന്റ് എന്ന രീതിയിൽ നല്ല രീതിയിൽ അവർ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ തുടക്കത്തിൽ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലേ? അതായത് ഈ സിനിമയുടെ ഒരു കോർ എലമെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ കറണ്ട് ശ്രീലങ്കയിൽ നടക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ വരുന്ന കുറച്ച് ടൂറിസ്റ്റുകാരും അവരുണ്ടാക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും ആണ് ഈ സിനിമ പറയുന്നത്. പക്ഷേ തുടക്കത്തിൽ കാണിച്ച ഒരു ഒരു ആവേശം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫോം ഫാക്ടർ ഉണ്ടല്ലോ പടം കാണാൻ പിടിച്ചിരുത്തുന്നത്, അത് സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ എവിടെയൊക്കെ മിസ്സായ പോലെ തോന്നി. പിന്നെ പടം ആ ഒരു കഥ പറയാൻ വേണ്ടി കഥ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫ് ഫീൽ. പക്ഷേ ഫസ്റ്റ് ഹാഫ് എനിക്ക് മോശമായിട്ട് തോന്നിയില്ല. സിനിമ ഓവറോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫാമിലി ആയിട്ട് ഒന്ന് കാണുമോയെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഓപ്ഷനാണ്. പക്ഷേ ഈ കണ്ടൻറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നും കണ്ട് അവർക്ക് കുറച്ചും കൂടെ ക്രിട്ടിക്കലി ഫിലിമിനെ ഒന്ന് വിലയിരുത്താൻ സാധിക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഫാമിലി ആയിട്ട് ഒന്ന് കാണാനായിട്ട് പറയാൻ പറ്റും. കാരണം ചിലർക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേ ചിലർക്ക് ഇഷ്ടപ്പെടും. കാരണം ഇതൊരു ഇപ്പോൾ കുറച്ച് ടൈമേ ഉള്ളെങ്കിൽ പോലും ഇത് പറഞ്ഞു പോകുന്ന ഒരു സംഭവം അത് നടക്കാൻ സാധ്യതയുള്ള കാര്യമുണ്ട്. പക്ഷേ ആ ഒരു ത്രില്ല് അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ ആയിരിക്കും നമുക്കൊരു ചിലർ എക്സ്പെക്ടേഷൻ കാണുമല്ലോ പടം കാണുമ്പോൾ, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സെക്കൻഡ് ഹാഫിന് അത്ര സാധിച്ചിട്ടില്ല. ഇവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബ്രോ. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പം എന്തോ എനിക്ക് തോന്നുന്ന ആ ഒരു കഥ അവർ അങ്ങനെ പോയതുകൊണ്ടായിരിക്കും ചില സ്ഥലങ്ങളിൽ ഇവരുടെയൊക്കെ ഒരു പെർഫോമൻസിൻ്റെ ആ ഒരു എനർജി അത് ലോ ആയിട്ട് തോന്നി. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇത് എനിക്ക് അടുത്ത അപൂർവമാണ്. എല്ലാ സിനിമകളും ഞാൻ കാണുന്നതുകൊണ്ടും നിങ്ങൾക്ക് തന്നെ അറിയാം. സോ അങ്ങനെ ഇത് അപൂർവമാണ്. പക്ഷേ ഈ നടന്മാർ ആർട്ടിസ്റ്റ് നല്ല പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. പക്ഷേ എന്തോ സെക്കൻഡ് ഹാഫ് എത്തിയപ്പം പടം അത്ര കണ്ട് അങ്ങോട്ട് ഒരു ഉദ്ദേശിച്ച തരത്തിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇതിൽ മനുഷ്യൻ എപ്പോഴും അവൻ്റെ റിഫ്ലക്സിൽ നിന്നുകൊണ്ടായിരിക്കും എപ്പോഴും ബിഹേവ് ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് ഈ പടത്തിൽ നിന്ന് മനസ്സിലായത്. മാത്രമല്ല ഇപ്പോൾ കറണ്ട് ഈ പൊളിറ്റിക്സിൻ്റെ ഒരു രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇൻഫ്ലുവൻസും തുടർന്ന് അവിടെ വന്ന് പെട്ടു പോകുന്ന മനുഷ്യർക്കുണ്ടാകുന്ന മോശാവസ്ഥയാണ് ഈ സിനിമ ഒരു മൊത്തത്തിൽ പറയുന്നത്. അപ്പം ഇതിനൊരു സർവൈവലെന്നും പറയാം. പക്ഷേ മനുഷ്യൻ എപ്പോഴും അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളിലും അവൻ അറിയാതെ കുറ്റം ഏൽക്കേണ്ടി വരുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ ഒരു പടത്തിൽ ദർശന എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ക്യാരക്ടറിന് വന്നു പോകുന്നത്. പക്ഷേ സിനിമ നല്ലൊരു സിനിമയാണ്. പക്ഷേ എവിടേക്ക് ഇവർ പറയാൻ ഉദ്ദേശിച്ച ഒരു മെസ്സേജ് കറക്റ്റായിട്ട് വ്യൂവേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വിഷമം എനിക്കും ഉണ്ട് പേഴ്സണലി. പോസിറ്റീവായിട്ട് തോന്നിയത് തുടക്കത്തിലുള്ള വെച്ചാൽ ഇവർ ലൈഫിൽ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇവരെന്തോ അച്ചീവ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ ഈ പടം തുടങ്ങുന്നൊരു മെസ്സേജ് വെച്ചിട്ടാണല്ലോ. അപ്പം കറണ്ടായിട്ടുള്ള ശ്രീലങ്കയിലെ അവസ്ഥയും അവിടെ വന്ന് പോകുന്ന 2-3 ടൂറിസ്റ്റുകൾ, അപ്പം നമ്മൾ കുറച്ച് എക്സ്പെക്ട് ചെയ്യും ഓക്കെ ഇവരെന്തോ വന്ന് ഒന്നെങ്കിൽ അവിടെ എന്തെങ്കിലും ആ നാടിന് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ഇവർ ചെയ്യും, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ബെനിഫിറ്റ് ആവുന്നത്. പക്ഷേ ആ ഒരു മെസ്സേജ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കുറച്ച് കഴിയുമ്പോൾ അത് ഇവരുടെ മാത്രം സ്വകാര്യത അല്ലെങ്കിൽ ഇവരുടെ മാത്രം പ്രശ്നങ്ങളിലേക്ക് സിനിമയെ ഒതുക്കിയോ എന്നൊരു സംശയം കണ്ടപ്പോൾ തോന്നി എന്നുള്ളതാണ്.